ഹലോ, ഇത് നമ്മൾ ഡേ 2 ആണ്. അപ്പോൾ അതിൽ നമ്മൾ റോസ് ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് നോർത്ത് ബേയും റോസ് ഐലൻഡും ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജുങ്കലിഘാട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടിൽ നിന്ന് ഈ ഒരു സ്പീഡ് ബോട്ടിലാണ് നമ്മൾ നോർത്ത് ബേയിലേക്കാണ് ആദ്യം പോണത്. അപ്പം നമ്മളും നമ്മളെ കൂടെ വേറെ കുറച്ച് ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ്റെ ഇതിൽ ഞാൻ കണ്ടത് നേവി ബേ എന്നാണ്. നേവി ബേയിൽ നമുക്ക് നേവി ബേസ് ആയിട്ടുള്ള ഷിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് വീഡിയോ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സീയിലൂടെയെല്ലാം സ്പീഡ് ബോട്ട് പോകാന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് അല്ലേ. ബ്യൂട്ടി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം ബ്യൂട്ടിയാണ്. ഈ ഒരു സ്കൈയും വാട്ടറിൻ്റെ കളറായി കഴിഞ്ഞാലൊക്കെ അടിപൊളി കളറായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐലൻഡാണ് നോർത്ത് ബേ എന്ന് പറയുന്നത്. നോർത്ത് ബേ മെയിനായിട്ടും വാട്ടർ ആക്ടിവിറ്റീസിന് ഉള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് സബ്മറൈനിലേക്ക് കയാക്കിങ്, പിന്നെ സ്നോർക്കലിങ്, സ്കൂബ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഡേ 2-ൽ നമ്മൾ റോസ് ഐലൻഡും നോർത്ത് ബേ ഐലൻഡുമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം നോർത്ത് ബേയിൽ വന്നിട്ടാണുള്ളത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോർക്കലിങ്, സ്കൂബ, പിന്നെ കയാക്കിങ്, സബ്മറൈന്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ സബ്മറൈനും കയാക്കിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ബാക്കി വേറെ ഐലൻഡിൽ പോയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഐലൻഡ്. This is the island. അൻഡമാനിലെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഇവിടുത്തെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നല്ല എന്താ പറയുക, ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്ലൂ കളർ വാട്ടറാണ്. അവിടുന്ന് സീലൊക്കെ കുറച്ച് സമയം കളിച്ചിട്ട് നമ്മൾ നേരെ സബ്മറൈനിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ സബ്മറൈനിൽ കയറാൻ പോവാണ്. ഇതാണ് സബ്മറൈൻ ശരിക്കും ഒരു സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ ഈ സ്നോർക്കലിങ്ങും സ്കൂബിയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഫിഷിനെയൊക്കെ ഈ അണ്ടർ വാട്ടറിലൂടെ പോയിട്ട് ഫിഷും കോറൽസും ഒക്കെ നമുക്ക് ശരിക്കും കണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ സ്കൂബയും പിന്നെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്മറൈൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷ് സീബ്ര ഫിഷാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിഷാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൽ കാണുന്ന കോറൽസും ഓരോ ഫിഷും എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കൂടെയുള്ള ഒരു ഗൈഡിനെ പോലത്തെ ആളുണ്ട്. അത് കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ ഈ ഫിഷ് നിങ്ങൾ മുന്നേയുള്ള എൻ്റെ വീഡിയോയിൽ സ്നോർക്കലിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ വരും, നമ്മുടെ കൈൻ്റെ അടുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇതാക്കുന്ന ഒരു തരം ഫിഷായത്. നല്ലൊരു സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. സൂപ്പർ എക്സ്പീരിയൻസ്. Experience is how you feel experience. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തത് കയാക്കിംഗ് ആണ്. കയാക്കിങ്ങിൽ ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി കയാക്കിങ്ങിനേക്ക് പോവാണ്. ഹലോ, നമ്മളിപ്പം കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ്. തൊഴിയുന്നു എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ക്യാമറ പിടിച്ചോണ്ടാണ് അത് ചെയ്യാത്തത്. ഇതാണ് ഐലൻഡ് ഫ്രണ്ട് വ്യൂ. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണേ. മുന്നിൽ കണ്ട, മുന്നിൽ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇത് കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ ചെയ്യുന്നതും നമ്മൾ ഒറ്റക്ക് തുഴഞ്ഞിട്ട് പോകാൻ നോക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് റെഡിയാകുമ്പം ഓക്കെ ആകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആദ്യം തന്നെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും നമുക്ക് ഇതെങ്ങനെയാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്, റൈറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും, ലെഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും, അതൊക്കെ നമുക്ക് ഇവർ പറഞ്ഞു തരും. അപ്പോൾ ഇത് നമുക്ക് എടുത്തുന്നത് ആ ഒരു ഗൈഡാണ്, അതായത് നമ്മുടെ ലൈഫ് ഗാർഡ്. അപ്പോൾ അവർ ഏകദേശം നമ്മുടെ ചെറിയൊരു ഡിസ്റ്റൻസ് തന്നെ അവരും ഉണ്ടാവും. അപ്പോൾ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീണാലും പിന്നെ ജാക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ പോവാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്.
പിന്നെ നമ്മൾ ഇവിടുന്ന് കയാക്കിങ്ങും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് റോസ് ഐലൻഡിലേക്കാണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക്